സോ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഒരു സ്വീറ്റ് ഡിഷാണ്, പുഡിംഗ് ആണ്. ഈ പുഡിങ്ങിന് ഞാൻ ചൈന ഗ്രാസോ ജെലാറ്റിനോ കണ്ടൻസ്ഡ് മിൽക്കോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതൊരു ഓറഞ്ച് ഡബിൾ ലെയർഡ് പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാനിവിടെ ഈ പുഡിംഗ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത് ഒരു കേക്ക് ടിന്നാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന പാത്രം നിങ്ങൾ എടുക്കുക. ഇതിൻ്റെ അടിയിൽ ഞാനൊരു കോക്കനട്ടിൻ്റെ ലെയർ വെക്കുന്നുണ്ട്. കോക്കനട്ട് ഇഷ്ടമില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുക. കാരണം കോക്കനട്ട് ഇഷ്ടമില്ലാത്തവർ ഇത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് പുഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടാവില്ല. ഞാനുണ്ടാക്കി ഈ പുഡിംഗ് കഴിക്കുന്നത് കോക്കനട്ട് ഇഷ്ടമുള്ളവരാണ്, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തത്. ഇനി നമുക്ക് മറ്റൊരു വെസലിലേക്ക് 1.5 ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇത് കുരു കളഞ്ഞ് പിഴിഞ്ഞെടുത്ത ഓറഞ്ച് ജ്യൂസാണ്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓറഞ്ചിൻ്റെ മധുരത്തിനനുസരിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്, അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്യുക. അടുത്തത് ആഡ് ചെയ്യേണ്ടത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ ഞാൻ 3 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്യുന്നത്. അത് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ചൂടാക്കുന്നതിൻ്റെ മുന്നേ നല്ലപോലെ ഒന്ന് ലംസ് ഒന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ചൂടാക്കിയാൽ മതി. ഇപ്പോൾ ലംസ് എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ ഇത് കുറേശ്ശെ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇവിടെ കെയർലെസ് ആയാൽ ഇത് അടി പിടിച്ചു പോകും, അപ്പോൾ അത് ശ്രദ്ധിക്കുക ഒന്ന്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ പാത്രത്തിൻ്റെ ചൂട് തന്നെ മതി ഇത് അടിയിൽ സ്റ്റിക്കാവാൻ. അപ്പോൾ തിക്നെസ് ഇതാണ്. ഇത് ചൂടൊന്നും ആറി ഒരു മീഡിയം ചൂടാകുമ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു വെക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഒരു ലെയർ ആവുന്നത് പോലെ സ്പ്രെഡാക്കി വെക്കാം. ഇപ്പോൾ ഓറഞ്ചിൻ്റെ ഫസ്റ്റ് ലെയർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എയർ ബബിൾസ് പോകാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ലെയറിൻ്റെ മുകളിൽ അൺഈവൻ സർഫസ് ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് ഈവൻ ആക്കി എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ സർഫസ് ഒക്കെ ഈവൻ ആക്കിയതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത ലെയർ ഉണ്ടാക്കാം. അതിനായി നമുക്കൊരു വെസലിൽ 1.5 കപ്പ് പാലെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, 1/2 കപ്പ് പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതും ചൂടാറുന്നതിൻ്റെ മുന്നേ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ചൂടാക്കാൻ വെച്ചാൽ മതി. ഇപ്പോൾ ഇതിലെ ലംസ് എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാക്കാൻ വെക്കാം. ഇപ്പോൾ പാല് തിക്കായി വരുന്നുണ്ട്. ഇപ്പോൾ നല്ല ശ്രദ്ധിക്കണം, നമ്മൾ നല്ലപോലെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പാല് വേഗം അടി പിടിക്കും. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി ഇത് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇത് അടിയിൽ സ്റ്റിക്കാവാതിരിക്കാനാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് ചൂടാറി ഒരു മീഡിയം ചൂടൊക്കെ ആവുമ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലേക്ക് ഒരു ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയറും ആയിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇതിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്യാം. ഞാനിവിടെ ചെറുതായിട്ട് ഓറഞ്ച് കട്ട് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊരു 6 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതൊരു 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇനി നമുക്ക് ഈ കേക്ക് ടിന്ന് ഇതൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇത് പുറത്തേക്ക് എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ നമുക്ക് കാണാം ഇവിടെ നമ്മുടെ 2 പുഡിംഗ് ലെയറും നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പുഡിങ്ങിന് ജെലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങ ഇഷ്ടമില്ലാത്തവർ തേങ്ങ ഒഴിവാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഒരു വെസലിൽ ഒഴിച്ച് കട്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കിയതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെറിയ ചെറിയ വെസൽസിൽ ഒഴിച്ചിട്ട് ഇൻഡിവിജ്വലായിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലും ഉണ്ടാക്കാം. അപ്പോൾ ഈ പുഡിങ് വളരെ എളുപ്പമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. വാട്ട് ഐ ഡു ബൈ സാറ എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന റെസിപ്പീസും ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളും ഞങ്ങളുടെ യാത്രാവിശേഷങ്ങളും അതുകൂടാതെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞങ്ങൾക്ക് തോന്നുന്ന ഞങ്ങളുടെ അനുഭവങ്ങളുമാണ് ഈ ചാനൽ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഇതുപോലത്തെ ഡിഫറെൻറ്റ് ആൻഡ് യൂസ്ഫുൾ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന റെഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ നൈസ് ഡേ.